ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല. അപ്പോ അവർ ആ രാജാവിന് കിട്ടുന്ന, രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്തിനും രാജാവിന്റെ കുടുംബത്തിനും കിട്ടാവുന്നതിനേക്കാളും ഏറ്റവും വലിയ സൗകര്യമാണ് നമ്മുടെ വീട്ടില്, നമ്മുടെ നാട്ടില്. ഇപ്പൊ എക്സാമ്പിൾ കേരളത്തിൽ പറയണേ, കേരളത്തില് ഒരു 500 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ജീവിക്കുന്ന ഒരു വീട്ടിന് പോലും ഉണ്ട് ഈ സൗകര്യങ്ങൾ. ഇത്തരം സൗകര്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഇസഡിന് മുമ്പുള്ള WXY ജനറേഷൻ വളർന്നത്. നിങ്ങളുടെ കയ്യിൽ കിട്ടാത്ത ഒരു സൗകര്യവുമില്ല. പക്ഷെ ഈ സൗകര്യങ്ങളെല്ലാം ലഭിച്ചിട്ടും കുട്ടികൾക്കെന്തോ, എനിക്ക് എന്റെ കാഴ്ചപ്പാടില്ല, ശരിയാവണമെന്നില്ല, പക്ഷെ കുട്ടികൾക്കെന്തോ സ്കൂളുകളിൽ നിന്നും നമ്മൾ പാരന്റ് ലെവലിൽ നിന്നും പിന്നെ പറഞ്ഞു നൽകേണ്ട ഒരു അറിവിന്റെ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. നമ്മളെ ബാക്ക്വേർഡുള്ള ഹിസ്റ്ററിയൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാതെയും പാരന്റ്സ് ഒക്കെ 30 വർഷം മുമ്പ് ഇത്രയും താഴ്ന്ന നിലയിൽ നിന്ന് വളർന്നു വന്നതാണെന്നും, നമ്മുടെ രാജാക്കന്മാർക്ക് പോലും നമ്മുടെ രാജ്യം ഭരിച്ച മുഗൾ രാജ്യമാവട്ടെ, തെക്കൻ തിരുവിതാംകൂറാവട്ടെ, ലോകത്ത് ഏത് രാജ്യമാവട്ടെ, ഇവിടെയൊക്കെ ഭരിച്ച അന്നത്തെ രാജാക്കന്മാർക്ക് കിട്ടാവുന്നതിനേക്കാളും ഏറ്റവും വലിയ സൗകര്യം നമ്മുടെ 500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിനകത്തിരുന്ന് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പോലും പഠിപ്പിക്കാൻ തയ്യാറാകാത്ത ലെവലില്, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ലെവലില്, കുട്ടികൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടും കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ടെക്നോളജി ലെവലില് അനുഭവിപ്പിച്ചു കൊടുത്തുകൊണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പുതിയ ജെന്നല്ല ഉദ്ദേശിക്കുന്നത്, പുതിയ ഈ വൈ ജനറേഷനിലെ കുട്ടികൾക്കെന്ന് ഞാൻ പറയണത്, അവരൊന്നും തെറ്റുകാരല്ല, അവരൊന്നും അതൊരു വിഷയമേ അല്ല. ഞാൻ അന്തരംഗമാണ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. കുട്ടികൾക്ക് എവിടെയോ വലിയ മിസ്സിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരിക്കലും തന്നെ കാരണം രാജാവിനെക്കാളും പ്രൗഢിയിൽ ഒരു സാധാ വീട്ടിൽ മുതൽ ഇത് ഇപ്പോൾ ഞാൻ അതിന് എക്സാമ്പിൾ പറയണം. അതായത് നമ്മുടെ ഒരു ഏറ്റവും കോടീശ്വരനായ അംബാനിയുടെയും, അംബാനി, ബിൽ ഗേറ്റ്സ്, സൂക്കർബർഗ്, ലിയോൺ മസ്ക്, ഇങ്ങനെയുള്ള പല വലിയവരെ വീട്ടിൽ ലഭിക്കുന്ന അതേ സൗകര്യം തന്നെയാണ് 500 സ്ക്വയർ ഫീറ്റ് വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ലഭിക്കുന്നത്. അതിൽ സാമ്പത്തിക അന്തരംഗം മാത്രമേ ഉള്ളൂ, സൗകര്യങ്ങളെല്ലാം സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവന്റെ വീട്ടിൽ നെറ്റ് കിട്ടുന്നുണ്ട്, ഇവിടെ ഇന്റർനെറ്റ് ഉണ്ട്, അവ ഉപയോഗിക്കുന്ന മൊബൈലിലെ വ്യത്യാസമുള്ളൂ. ഞാൻ നിങ്ങളെ മുമ്പേ ഇരുന്ന് ഈ ബ്ലോഗ് ചെയ്യണ മൊബൈലിന്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ 2 കോടിയാണെങ്കിൽ ഇതേ 500 സ്ക്വയർ